നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പുല്ലൂരിൽ നിർമ്മാണത്തിലിരിക്കെ തകർന്ന പാലം വിദഗ്ധ സംഘം പരിശോധന നടത്തി. അപകടത്തിനിടാക്കിയ സാഹചര്യം അന്വേഷിക്കാൻ പുറത്തുനിന്നുള്ള ഏജൻസിയെ നിയോഗിക്കും. പ്രവീൺ നെട്ടാരു കൊലക്കേസ് മുഖ്യപ്രതികളിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. മഞ്ചേശ്വരത്ത് അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി കൺസ്യൂമർ സൊസൈറ്റി. നടപടി വേണമെന്ന് ആവശ്യം. മെട്ടമ്മൽ ഗവൺമെന്റ് വെൽഫെയർ യു പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷമായി വിളംബര ഘോഷയാത്ര. മാമ്പഴ വൈവിധ്യങ്ങളുടെ മധുരമൊരുക്കി പടന്നക്കാട് കാർഷിക കോളേജ് വിദ്യാർത്ഥി യൂണിയൻ. 3 ദിവസത്തെ മാമ്പഴ മേളയ്ക്ക് തുടക്കമായി. ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുക്കുന്നവർക്ക് തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ വാക്സിനേഷൻ നൽകി. 231 പേർക്കാണ് പ്രതിരോധ വാക്സിനേഷൻ നൽകിയത്. വാർത്തകൾ വിശദമായി. ദേശീയപാതയിൽ പുല്ലൂരിൽ നിർമ്മാണത്തിലിരിക്കെ തകർന്ന പാലം വിദഗ്ധ സംഘം പരിശോധന നടത്തി. പാലത്തിന്റെ താഴേക്ക് പതിച്ച ഗർഡർ, കോൺക്രീറ്റ് സ്ലാബുകൾ, തൂണുകൾ എന്നിവയ്ക്ക് ബലക്ഷയം സംഭവിച്ചിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സംഘം പ്രാഥമികമായി വിലയിരുത്തി. നിർമ്മാണത്തിലിരിക്കെ തകർന്ന പുല്ലൂർ പാലം ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ പുനീത് കുമാറും മേഘ കൺസ്ട്രക്ഷൻ കമ്പനി ജനറൽ മാനേജർ വെങ്കിട്ട് രമണയും വ്യാഴാഴ്ച പരിശോധിച്ചു. അപകടത്തിനിടയാക്കിയ സാഹചര്യം അന്വേഷിക്കാൻ പുറത്തുനിന്നുള്ള ഏജൻസിയെ നിയോഗിക്കാൻ തീരുമാനിച്ചു. പാലം തകർന്നതിനെക്കുറിച്ചുള്ള പ്രാഥമിക പരിശോധനയ്ക്കായാണ് ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ എത്തിയത്. പാലത്തിന്റെ താഴേക്ക് പതിച്ച ഗർഡൻ, കോൺക്രീറ്റ് സ്ലാബുകൾ, തൂണുകൾ എന്നിവയ്ക്ക് ബലക്ഷയം സംഭവിച്ചിരുന്നോ എന്ന് പ്രാഥമികമായി വിലയിരുത്തി. വ്യാഴാഴ്ച രാവിലെ 11ഓടെയാണ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയത്. തകർന്ന ഗർഡർ തോട്ടിലേക്ക് പൂർണ്ണമായി പതിക്കാനിടയില്ലെന്ന് സംഘം ഉറപ്പുവരുത്തി. അപകട സ്ഥലത്ത് സുരക്ഷയൊരുക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശവും നൽകി. പുതിയ പുല്ലൂർ പാലത്തിനായി സ്ഥാപിച്ച ഗർഡറും സ്ലാബും ബുധനാഴ്ച വൈകിട്ട് 4:30ഓടെയാണ് തോട്ടിലേക്ക് പതിച്ചത്. ഇവിടെ നിർമ്മിക്കുന്ന 2 പാലങ്ങളുടെയും കോൺക്രീറ്റ് പണി ഭൂരിഭാഗവും തീർന്നതാണ്. 6 വരി പാതയും സർവീസ് റോഡും ഉൾപ്പെടുന്ന പാലങ്ങളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. 2 വർഷം മുൻപ് പെരിയയിലെ അടിപ്പാതയുടെ മേൽപ്പാളി തകർന്ന സംഭവത്തിലും പുറത്തുനിന്നുള്ള ഏജൻസിക്കാണ് അന്വേഷണ ചുമതല നൽകിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കർണാടകയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരുവിനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതികളിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. സുള്യ സ്വദേശി മുസ്തഫ പൈച്ചാർ ആണ് അറസ്റ്റിലായത്. സക്ലേഷ്പുരത്തെ ഒളിവു കേന്ദ്രത്തിൽ നിന്നാണ് ഇയാളെ NIA സംഘം പിടികൂടിയത്. NIA 5 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച പ്രതിയാണ് അറസ്റ്റിലായ മുസ്തഫ. കർണാടക ബെള്ളാരിയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതികളിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. സുള്യ സ്വദേശി മുസ്തഫ പൈച്ചാറാണ് അറസ്റ്റിലായത്. സക്ലേഷ്പുരത്തെ ഒളിവു കേന്ദ്രത്തിൽ വെച്ച് വ്യാഴാഴ്ച രാത്രിയാണ് NIA സംഘം പിടികൂടിയത്. പ്രവീൺ നെട്ടാരു കൊല്ലപ്പെട്ട് 2 വർഷത്തിന് ശേഷമാണ് പ്രധാന പ്രതിയായ മുസ്തഫ അറസ്റ്റിലാകുന്നത്. ഇയാൾക്ക് ഒളിവിൽ കഴിയാൻ സഹായം ചെയ്തു കൊടുത്തുവെന്ന് സംശയിക്കുന്ന ഇല്യാസ്, സിറാജ് എന്നിവരെയും NIA സംഘം പിടികൂടിയിട്ടുണ്ട്. മുസ്തഫ പൈച്ചാറിനെ കണ്ടെത്തുന്നതിന് NIA നേരത്തെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. പ്രതിയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് 5 ലക്ഷം രൂപ പാരിതോഷികവും വാഗ്ദാനം ചെയ്തിരുന്നു. ബെള്ളാരി സ്വദേശിയും യുവമോർച്ച നേതാവുമായ പ്രവീൺ നെട്ടാരു 2022 ജൂൺ 22 രാത്രിയിലാണ് കൊല്ലപ്പെട്ടത്. കോഴിക്കട അടച്ച് വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിനിടയിൽ ബൈക്കുകളിലെത്തിയ ഒരു സംഘം വെട്ടിക്കൊന്നുവെന്നാണ് കേസ്. സംഭവത്തിൽ 20 പേരെ പ്രതികളാക്കി കഴിഞ്ഞ ജനുവരിയിൽ NIA കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. പ്രദേശത്ത് ഭീതി പടർത്താനും സാമുദായിക അന്തരീക്ഷം തകർക്കാനും പ്രവീണിനെ ഗൂഢാലോചന നടത്തി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് വെള്ളിക്കൊത്ത് പേരളത്ത് മിനി ലോറിയും സ്കൂട്ടിയും കൂട്ടിയിടിച്ച യുവാവ് മരിച്ചു. പുല്ലൂർ മാടിക്കാൽ കുറുമ്പാനത്തെ കൃഷ്ണദാസ് ആണ് മരിച്ചത്. ഉച്ചയ്ക്കായിരുന്നു അപകടം. കൃഷ്ണദാസ് സഞ്ചരിച്ച സ്കൂട്ടിയിൽ മിനി ലോറി ഇടിക്കുകയായിരുന്നു. 1 മാസം മുൻപ് അവധിക്ക് ഗൾഫിൽ നിന്നും നാട്ടിലെത്തിയ കൃഷ്ണദാസ് 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. രാമൻ, പാർവതി ദമ്പതികളുടെ മകനാണ്. ദിവ്യയാണ് ഭാര്യ. ദൃശ്യ, ശ്രദ്ധ എന്നിവർ മക്കളാണ്. മഞ്ചേശ്വരം താലൂക്ക് പരിധിയിൽ അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി കൺസ്യൂമർ സൊസൈറ്റി. വിഷയത്തിൽ ജനപ്രതിനിധികളും സർക്കാരും അടിയന്തരമായി ഇടപെടണമെന്നും പരിഹാരം കാണണമെന്നും കൺസ്യൂമർ സൊസൈറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. മയിലാട്ടി 220 kV സബ്സ്റ്റേഷനിൽ നിന്ന് വിദ്യാനഗറിലേക്കുള്ള 110 kV സിംഗിൾ സർക്യൂട്ട് ലൈൻ വളരെ ദുർബലമാണെന്നും മഞ്ചേശ്വരം വരെയുള്ള ലോഡ് കൈകാര്യം ചെയ്യാൻ വേണ്ടത്ര ശേഷിയില്ല എന്നതാണ് വാസ്തവമെന്നുമാണ് കൺസ്യൂമർ സൊസൈറ്റി ഭാരവാഹികൾ പറയുന്നത്.
കർണാടകയിലെ കൊണാജെ മുതൽ കേരള അതിർത്തിയിലെ തൗടുകോളി വരെയുള്ള 110 kV ലൈൻ വളരെ പഴയതും ദുർബലവുമാണ്. കർണാടകയിൽ സപ്ലൈ എത്തിക്കാനും അടിക്കടി തകരാർ വന്നാൽ നൽകാനുമുള്ള ഏക മാർഗമാണിത്. അത് പരാജയപ്പെട്ടാൽ മൈലാട്ടി വിദ്യാനഗർ ലൈനിന്റെ പരിമിതികൾ കാരണം കേരള നെറ്റ്വർക്കിൽ നിന്നുള്ള ഫീഡ് വിതരണം ചെയ്യാൻ കഴിയില്ല. ഇതാണ് മുൻകൂർ അറിയിക്കാതെയുള്ള ലോഡ് ഷെഡിങ്ങിന് ഉൾപ്പെടെ കാരണമാകുന്നത്. ജനപ്രതിനിധികൾ സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാത്തതാണ് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവാതിരിക്കുവാൻ കാരണമെന്ന് കൺസ്യൂമർ സൊസൈറ്റി ആരോപിക്കുന്നു. 2019 ആരംഭിച്ച് മൈലാട്ടി മുതൽ വിദ്യാനഗർ വരെയുള്ള 110 kV ലൈനിന്റെ ഇരട്ടിപ്പിക്കൽ പ്രവൃത്തി ഇതുവരെ എവിടെയും എത്തിയില്ല. ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണം. വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും അടിക്കടി ഉണ്ടാകുന്ന സ്ഥലം മാറ്റമാണ് മറ്റൊരു പ്രശ്നം. ഇതും പരിഹരിക്കണം. കണ്ണൂർ ജില്ലയിൽ 18 110 kV സബ്സ്റ്റേഷനുകളാണുള്ളത്. അതേസമയം കാസർഗോഡ് ജില്ലയിൽ 6 മാത്രമാണുള്ളത്. ഇത് ജനപ്രതിനിധികളുടെ അനാസ്ഥയാണെന്നും കൺസ്യൂമർ സൊസൈറ്റി ആരോപിക്കുന്നു. എത്രയും പെട്ടെന്ന് കാസർഗോഡ് ജില്ലയിലെ ജനപ്രതിനിധികളും സംസ്ഥാന സർക്കാരും ഇടപെട്ട് മഞ്ചേശ്വരവും ജില്ലയിലെ മറ്റു പ്രദേശങ്ങളും നേരിടുന്ന വൈദ്യുതി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് കൺസ്യൂമർ സൊസൈറ്റിയും ഒപ്പം നാട്ടുകാരും ആവശ്യപ്പെടുന്നു. മൈലാട്ടിയിൽ നിന്ന് 220 kV സബ്സ്റ്റേഷനിൽ നിന്ന് കാസർഗോഡ് വിദ്യാനഗറിലേക്ക് 110 kV ലൈന് വളരെ ദുർബലമാണ്. അതേപോലെ കർണാടകയിലെ കൊണാജയിൽ നിന്ന് തൗടുകോളിലേക്ക് വരുന്ന 110 kV സബ്സ്റ്റേഷനും വളരെ ദുർബലമാണ്. അപ്പോൾ ഈ പ്രശ്നത്തിനെല്ലാം പരിഹരിക്കാൻ വേണമായിട്ട് ഇവിടുത്തെ ജനപ്രതിനിധികളും അതേപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരും ഇടപെട്ടിട്ട് എത്രയും പെട്ടെന്ന് ഇതിലൊക്കെ ഒരു പരിഹാരം കണ്ടെത്തണം. പിന്നെ കണ്ണൂർ ജില്ലയിൽ നോക്കുവാണെങ്കിൽ 110 kV 18 സബ്സ്റ്റേഷൻ ഉണ്ട്. നേരെ മറിച്ച് നമ്മളെ കാസർഗോഡിൽ കേവലം 6 സബ്സ്റ്റേഷനാണ് ഉള്ളത്. 110 kV 6 സബ്സ്റ്റേഷനാണുള്ളത്. അപ്പോൾ എത്ര ഡിഫറൻസാണ് നമുക്ക് മനസ്സിലാകുന്നത്. 2019 ഇതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണമായിട്ടുള്ള പണി നടന്നെങ്കിലും അത് ഇന്നും അതേ രീതിയിലാണ് ഉള്ളത്. ഇതിനെ എത്രയും പെട്ടെന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇതിനെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള പണികൾ രാഷ്ട്രീയക്കാരും ജനപ്രതിനിധികളും എല്ലാവരും ഇടപെട്ടിട്ട് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതുണ്ട്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. തൃക്കരിപ്പൂർ മെട്ടമ്മൽ ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷം വിളംബരപ്പെടുത്തി നാടിളക്കി വിളംബര ഘോഷയാത്ര. ചെണ്ടയുടെയും നാസിക് ബാൻഡിന്റെയും താളത്തിനൊത്ത് സ്ത്രീകൾ ഉൾപ്പെടെ പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും യുവാക്കളും നൃത്തം ചവിട്ടി. പ്രവൃത്തി പഥത്തിൽ 100 വർഷം പൂർത്തിയാക്കുന്ന മെട്ടമ്മലിലെ ഏക സർക്കാർ വിദ്യാലയത്തിന്റെ ശതാബ്ദി ആഘോഷ പരിപാടികൾ നാടിന്റെ ഉത്സവമാക്കുകയാണ് നാട്ടുകാർ. 1 വർഷം നീളുന്ന വൈവിധ്യമാർന്ന പരിപാടികൾക്ക് സംഘാടക സമിതി നേതൃത്വത്തിൽ രൂപം നൽകിയിട്ടുണ്ട്. മെയ് 11 ശനിയാഴ്ച ആഘോഷ പരിപാടികൾക്ക് തുടക്കമാവും. വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന ഗുരുവന്ദനം പരിപാടിയിൽ 70 പൂർവാധ്യാപകരെ ആദരിക്കും. റിട്ടയർഡ് DPIC രാഘവൻ ഉദ്ഘാടനം ചെയ്യും. 12 ഞായറാഴ്ച വൈകുന്നേരം 6:30 ശതാബ്ദി ആഘോഷ പരിപാടികൾ എഴുത്തുകാരൻ EP രാജഗോപാലനാണ് ഉദ്ഘാടനം ചെയ്യുക. തുടർന്ന് കുട്ടികളുടെ നൃത്തസന്ധ്യ അരങ്ങേറും. ശതാബ്ദി ആഘോഷം വിളംബരപ്പെടുത്തി കുട്ടികളും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും സംഘാടക സമിതി അംഗങ്ങളും കുടുംബശ്രീ പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്ത വിളംബര ഘോഷയാത്ര നടത്തി. മെട്ടമ്മൽ ഈസ്റ്റ്, മധുരങ്കൈ, വയലോടി തുടങ്ങിയ നാട്ടുവഴികളിലൂടെ നടന്ന വിളംബര ഘോഷയാത്രയിൽ 100 കണക്കിന് നാട്ടുകാർ അണിനിരന്നു. ചെണ്ട, ബാൻഡ് വാദ്യങ്ങൾക്ക് ചുവടുവെച്ച് സ്ത്രീകൾ ഉൾപ്പെടുന്ന പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും യുവാക്കളും വിളംബര ജാഥ ആഘോഷമാക്കി. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുക്കുന്നവർക്ക് തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ വാക്സിനേഷൻ നൽകി. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ 231 പേർക്കാണ് പ്രതിരോധ കുത്തിവയ്പ് ഉൾപ്പെടെ നൽകിയത്. ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുക്കുന്നവർക്ക് മെനിഞ്ചൈറ്റിസ്, പോളിയോ എന്നിവയുടെ പ്രതിരോധത്തിനായി നൽകി വരുന്ന കുത്തിവയ്പും തുള്ളിമരുന്ന് വിതരണവുമാണ് തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ നടന്നത്. ആശുപത്രി പുതിയ ബ്ലോക്കിൽ നടന്ന ചടങ്ങിൽ വാക്സിനേഷൻ നടപടികളുടെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ നിർവഹിച്ചു.
സംസ്ഥാന ഹജ്ജ് ട്രെയിനർ KM കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. വോളണ്ടിയർമാരായ KM മുഹമ്മദ് സലീം, ഖലീഫ ഉദിനൂർ, അബ്ദുള്ള കുഞ്ഞി, ട്രെയിനർ TKP മുസ്തഫ, PP ഇബ്രാഹിം, M അമീർ, APP കുഞ്ഞഹമ്മദ് ഹാജി എന്നിവർ സംസാരിച്ചു. വാക്സിനേഷന് ഡോക്ടർ J അഞ്ജന, AJ റോസമ്മ, N ലിയാഖത്ത് എന്നിവർ നേതൃത്വം നൽകി. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ 231 പേർക്കാണ് പ്രതിരോധ കുത്തിവയ്പ് ഉൾപ്പെടെ നൽകിയത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ജലക്ഷാമം ഏറെ നേരിടുന്ന മേഖലയിൽ നാട്ടുകാർക്ക് കൈത്താങ്ങായി കുടിവെള്ള വിതരണത്തിൽ നാടിന് മാതൃകയാവുകയാണ് ഷാർജ KMCC തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി. പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശഹാബ് തങ്ങളുടെ പേരിൽ രൂപം നൽകിയ കനിവ് കുടിവെള്ള പദ്ധതിയിൽ കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ 13-ാം വാർഡിൽപ്പെട്ട ചെമ്പ്രങ്കാനത്താണ് പ്രദേശത്തെ 108 കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നത്. ജലക്ഷാമം നേരിടുന്ന മേഖലയിൽ നാട്ടുകാർക്ക് കൈത്താങ് നൽകി കുടിവെള്ള വിതരണത്തിൽ നാടിന് മാതൃകയാവുകയാണ് ഷാർജ KMCC തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ രൂപം നൽകിയ കനിവ് കുടിവെള്ള പദ്ധതിയിൽ കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ 13-ാം വാർഡിൽപ്പെട്ട ചെമ്പ്രക്കാനത്താണ് പ്രദേശത്തെ 108 കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുക. പ്രവാസികളുടെ കൂട്ടായ്മയിൽ പ്രവർത്തിച്ചു വരുന്ന ഷാർജ KMCC കഴിഞ്ഞ 2 വർഷമായി ചെമ്പ്രക്കാനത്തെ 100-ൽ പരം വരുന്ന വീടുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ്. കനിവ് കുടിവെള്ള പദ്ധതിക്കായി 25 ലക്ഷം രൂപ ചെലവിൽ കിണർ, മോട്ടോർ, പമ്പ് ഹൗസ് എന്നിവയും പൈപ്പ് ലൈനുകളും ഇതിനോടകം ഒരുക്കി. പമ്പ് ഹൗസിനോട് ചേർന്ന് പ്രദേശത്തുള്ളവർക്ക് വ്യത്യസ്ത തൊഴിൽ പരിശീലനം നൽകി സ്വയം പര്യാപ്തതയിലെത്തിക്കാനുള്ള പദ്ധതി നടപ്പാക്കുന്നതിന് തൊഴിൽ പരിശീലന ഹാളും നിർമ്മിച്ചിട്ടുണ്ട്. കുടിവെള്ളം എത്തിക്കുന്നതിനായി ഷാർജ KMCC തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി കനിവ് കുടിവെള്ള പദ്ധതി പ്രദേശം മുൻ സംസ്ഥാന ലേബർ കമ്മീഷണർ MP ജോസഫ് IAS സന്ദർശിച്ചു. ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ മുന്നോട്ട് വരാത്ത പ്രദേശങ്ങളിലെ കുടുംബങ്ങൾക്ക് KMCCയുടെ സേവനത്തെ ഏറെ ബഹുമാനത്തോടെ മാത്രമേ കാണാനാവൂ എന്നും MP ജോസഫ് പറഞ്ഞു. നൂതന പദ്ധതി കുടിവെള്ളം ഈ 108 വീട്ടുകൾക്ക് എത്തിക്കാനുള്ള പദ്ധതി ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. 12 ലക്ഷം രൂപ മുതൽ മുടക്കി ആരംഭിക്കാൻ നിന്ന ഈ പദ്ധതി ഇന്ന് ഏതാണ്ട് 25 ലക്ഷത്തിൽ പരം രൂപ ചെലവ് കഴിച്ചു കഴിഞ്ഞു. പക്ഷെ അത് ചെലവ് കഴിച്ചാൽ എന്താ, വളരെ ഗംഭീരമായിട്ട് ഒരു നല്ല കിണർ, തോരാതെ വെള്ളം കിട്ടുന്ന കിണർ, ഭംഗിയായിട്ടുള്ള ഒരു പമ്പ് റൂം, അതിൻ്റെ മുകളിൽ ഒരു വാട്ടർ ടാങ്ക് എല്ലാം പണിതുകൊണ്ട് ഈ 108 കുടുംബങ്ങൾക്ക് ഇനി വെള്ളത്തിന് ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ എല്ലാ വീടുകളിലേക്കും വെള്ളം എത്തത്തക്ക രീതിയിലുള്ള പൈപ്പ് സംവിധാനം വെച്ചിരിക്കുകയാണ്. ഷാർജ KMCC തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് അസീസ് പടന്ന, വൈസ് പ്രസിഡന്റ് ഹസൻ വടക്കുംപാട്, ജില്ലാ സെക്രട്ടറി മുഹമ്മദ് മണിയനോടി, AG കുഞ്ഞബ്ദുള്ള, K റഫീഖ്, PP റഫീഖ് എന്നിവർ MP ജോസഫിനോടൊപ്പം ചെമ്പ്രക്കാനത്തെത്തിയിരുന്നു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് അശോക് നഗർ ശ്രീ അയ്യപ്പ ഭജന മന്ദിരം പുനഃപ്രതിഷ്ഠ മഹോത്സവത്തിന്റെ ഭാഗമായി വിഷ്ണുമൂർത്തി, രക്തേശ്വരി, നാഗഗുളിക ദൈവങ്ങളുടെ പ്രതിഷ്ഠ, ശ്രീ അയ്യപ്പസ്വാമിയുടെ വെള്ളി ഛായാചിത്ര പ്രതിഷ്ഠ എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. അശോക് നഗർ ശ്രീ അയ്യപ്പ ഭജന മന്ദിരം നവീകരണ പുനർപ്രതിഷ്ഠ മഹോത്സവത്തിന്റെ ഭാഗമായി വിഷ്ണുമൂർത്തി, രക്തേശ്വരി, നാഗഗുളിക ദൈവങ്ങളുടെ പ്രതിഷ്ഠ, ശ്രീ അയ്യപ്പസ്വാമിയുടെ വെള്ളി ഛായാചിത്ര പ്രതിഷ്ഠ എന്നിവ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു.
രാവിലെ 10 മണിക്ക് സാമൂഹിക സത്യനാരായണ പൂജ, അരയാൽ വൃക്ഷത്തിന് വിഷ്ണു പൂജ, വൈകുന്നേരം 5 മണിക്ക് ധാർമ്മിക സഭ എന്നിവ നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മംഗളൂരു പി ഫസ്റ്റ് ഗ്രേഡ് കോളേജ് യൂത്ത് റെഡ് ക്രോസ്, നാഷണൽ സർവീസ് സ്കീം, IQAC എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ റെഡ് ക്രോസ് സൊസൈറ്റി ബ്ലഡ് ബാങ്കും ഗവൺമെന്റ് ലേഡി ഗോഷൻ ഹോസ്പിറ്റൽ മംഗളൂരുമായി സഹകരിച്ച് ലേണിംഗ് സെന്ററിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. മംഗളൂരു PA ഫസ്റ്റ് ഗ്രേഡ് കോളേജ് യൂത്ത് റെഡ് ക്രോസ്, നാഷണൽ സർവീസ് സ്കീം, IQAC എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ റെഡ് ക്രോസ് സൊസൈറ്റി ബ്ലഡ് ബാങ്കും ഗവൺമെൻറ് ലേഡി ഗോഷൻ ഹോസ്പിറ്റൽ മംഗളൂരുവുമായി സഹകരിച്ച് ലേണിംഗ് സെൻറ്ററിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ദക്ഷിണ കന്നഡ ബ്രാഞ്ച് സബ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ B സച്ചിദാനന്ദ റായ് മുഖ്യാതിഥിയായിരുന്നു. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ കോർഡിനേറ്ററും കൗൺസിലറുമായ പ്രവീൺ കുമാർ, ദക്ഷിണ കന്നഡ ഇക്കോ ലാബ് മുൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മാനേജർ അബ്ബാസ് ഉച്ചിൽ KSA എന്നിവരും സന്നിഹിതരായിരുന്നു. 2ാം വർഷ BCA വിദ്യാർത്ഥിയുടെ പ്രാർത്ഥനാ ഗീതത്തോടെയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ഡോക്ടർ B സച്ചിദാനന്ദ റായ് രക്തദാനത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും സമൂഹത്തിന് ഉപകാരപ്രദമായ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചതിന് കോളേജിനെ അഭിനന്ദിക്കുകയും ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ സർഫ്രാസ് ഹാസിം അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ G ഹരികൃഷ്ണൻ, IQAC കോർഡിനേറ്റർ, വിവിധ വകുപ്പ് മേധാവികൾ, അധ്യാപക, അനധ്യാപക ജീവനക്കാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. YRC പ്രോഗ്രാം ഓഫീസർ ഫമദ് ബഷീർ, NSS പ്രോഗ്രാം ഓഫീസർമാരായ ഇത്താശ്രീ, ചൈത്ര NV എന്നിവർ പരിപാടിയുടെ സംഘാടകരായിരുന്നു. 2ാം വർഷ BCA വിദ്യാർത്ഥിനി ഷഫ്ന ഷെറിൻ സ്വാഗതവും 2ാം വർഷ BBA വിദ്യാർത്ഥി ഇബ്രാഹിം അറഫാൻ നന്ദിയും പറഞ്ഞു. 2ാം വർഷ BCom വിദ്യാർത്ഥിനി സൽമ ഐഫ്ന പരിപാടിക്ക് നേതൃത്വം നൽകി. PAFGCയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള 167ഓളം ദാതാക്കൾ സ്വമേധയാ രക്തം ദാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഫാമിലി കോൺഫറൻസ് മെയ് 12 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ഫാമിലി കോൺഫറൻസ് 12 വൈകിട്ട് 3 കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന് സമീപം പ്രത്യേകം സജ്ജമാക്കിയ നഗരിയിൽ നടക്കും. സംസ്ഥാന പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മദനി ഉദ്ഘാടനം ചെയ്യും. വിശ്വാസവിശുദ്ധി, സംതൃപ്ത കുടുംബം എന്ന പ്രമേയത്തിലാണ് കോൺഫറൻസ് നടക്കുന്നത്. കോൺഫറൻസിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കാസർഗോഡ് ജില്ലാ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഫാമിലി കോൺഫറൻസ് ഈ വരുന്ന മെയ് 12 ഞായറാഴ്ച വൈകിട്ട് 3 മണി മുതൽ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന് മുമ്പിലുള്ള പ്രത്യേകം സജ്ജമാക്കിയ നഗരിയിൽ നടക്കുന്നതായിരിക്കും. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മദനി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. ഷെരീഫ് തളങ്കര, അനീസ് മദനി, അബ്ദുൾ റഹ്മാൻ, റുവൈസ് നെല്ലിക്കുന്ന്, അബ്ദുൽ ഗനി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മാമ്പഴ വൈവിധ്യങ്ങളുടെ മധുരമൊരുക്കി പടന്നക്കാട് കാർഷിക കോളേജ് വിദ്യാർത്ഥി യൂണിയൻ 3 ദിവസം നീണ്ടു നിൽക്കുന്ന മാമ്പഴ മേളയ്ക്ക് തുടക്കമായി. ഇഷ്ടപ്പെട്ടു പോകുന്ന വേനൽക്കാലത്ത് സുലഭമായി ലഭിക്കുന്ന മധുരമൂറും മാങ്ങകൾ നമ്മൾ മലയാളികൾക്ക് എന്നും നാവിൽ കൊതിയൂറുന്ന ഫലമാണ്. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും പടന്നക്കാട് കാർഷിക കോളേജിലെ വിദ്യാർത്ഥികൾ മലബാർ മാംഗോ ഫെസ്റ്റ് മധുരം 2024 ആരംഭിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തിനകത്ത് നിന്നും നാടൻ ഇനങ്ങളുമായ വിവിധ ഇനം വ്യത്യസ്തങ്ങളായ മാമ്പഴങ്ങളാണ് മാമ്പഴ ഫെസ്റ്റിലുള്ളതെന്ന് യൂണിയൻ ചെയർമാൻ S. സമ്പത്ത് പറഞ്ഞു. നമ്മൾ ഇന്ന് സെയിൽസിനായിട്ട് ഒരുക്കിയിട്ടുള്ളത് ബംഗനപ്പള്ളി, തോത്താപ്പുരി, നടശാല, മൂവാണ്ടൻ, പിന്നെ നമ്മുടെ ഏറ്റവും വലിയ മിന്നും താരമായിട്ട് ഏറ്റവും വിറ്റ് പോകുന്ന ഒരു ഐറ്റമാണ് ഈ ചക്കരക്കുട്ടി എന്നുള്ളത്. അതാണ് നമുക്ക് ഇന്ന് സെയിൽസിനായിട്ടുള്ളത്. മാത്രമല്ല നമ്മൾ ഈ മാങ്ങ എടുക്കുന്ന പറഞ്ഞാൽ നമ്മുടെ കാർഷിക കോളേജിൻ്റെ തോട്ടത്തിൽ നിന്നും കർഷകരുടെ ഈ കാർഷിക വകുപ്പിൻ്റെ കീഴിലുള്ള നിയന്ത്രണത്തിലുള്ള തോട്ടങ്ങളിൽ നിന്നും കൊമേഴ്ഷ്യൽ ഫാമുകളിൽ നിന്നും പിന്നീട് നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ നടത്തി നമ്മൾ കർഷകരുടെ ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ കർഷകരുടെ വീട്ടിൽ നിന്ന് നേരിട്ട് നമ്മൾ മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. കർഷകർക്ക് ഒരു കൈത്താങ്ങാവുകയാണ് നമ്മൾ ഈ മാംഗോ ഫെസ്റ്റ് ചെയ്യുന്നത്. ഹിമ പസന്ത്, മൂവാണ്ടൻ, മല്ലിക, നാടശാല, തോത്താംപൂരി, ലഡ്ഡു, സിന്ദൂരം, നീലം, പാൽഗോവ, കേസർ, ശേഖർ,
പ്രിയൂർ ഇങ്ങനെ പേരുകൾ പോലും ആദ്യമായി കേൾക്കുന്ന മാമ്പഴങ്ങൾ. എന്നാൽ ഇവയ്ക്കു പുറമെ താരമാകാൻ ഒരു ചക്കരക്കുട്ടി കൂടിയുണ്ട്. കേൾക്കുമ്പോൾ കുട്ടികളെ പറയുന്നത് പോലെ തോന്നുമെങ്കിലും ഈ ചക്കരക്കുട്ടി വ്യത്യസ്ത ഇനത്തിലുള്ള ഒരു മാങ്ങയാണ്. ഇത്തവണ മലബാർ മാംഗോ ഫെസ്റ്റിലെ പ്രധാന ആകർഷണം ഈ ചക്കരക്കുട്ടി തന്നെയാണ്. കണ്ടാൽ ചെറുനാരങ്ങയുടെ വലിപ്പമേ ഉള്ളൂവെങ്കിലും മധുരം നാവിൽ നിന്ന് മായുകയില്ല. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് നാട്ടിൻപുറങ്ങളിൽ മാങ്ങയുടെ കുറവു കാരണം വിപണന നഗരിയിൽ ആദ്യ ദിനം വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഫെസ്റ്റിലെത്തുന്നവർക്ക് ആവശ്യത്തിന് നടീൽ വസ്തുക്കൾ കാണാനും വാങ്ങാനും പ്രത്യേക പ്രദർശനവും വിപണനവും ഒരുക്കിയിട്ടുണ്ട്. നീലേശ്വരത്തിന്റെ പരിസര പ്രദേശങ്ങളിലുള്ളവർ കൂടുതലായി ഇവിടെ എത്തുന്നുണ്ടെന്നും വിപണനവും നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നും സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പർ അപർണ പറഞ്ഞു. ഏകദേശം 22ഓളം മാമ്പഴത്തിൻ്റെ വെറൈറ്റി ഇവിടെ മാംഗോ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ട്. കാർഷിക സെമിനാറുകൾ, കാർഷിക പ്രദർശനം, അതായത് പ്രിസിഷൻ ഫാമിങ്, കർഷകർക്ക് ആവശ്യമായ രീതിയിലുള്ള നൂതന സാങ്കേതിക വിദ്യകളും ആ രീതിയിലുള്ള രീതി പ്രകടനങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട്. RTS നമ്മുടെ തന്നെ കോളേജുകളിലും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ഫാമുകളിലുണ്ടായ മാങ്ങയും അതുപോലെ തന്നെ തനതായ വിഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുട്ടികൾ തന്നെ ഉണ്ടാക്കുന്ന വിഭവങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സംരംഭം എന്ന രീതിയിലേക്ക് കുട്ടികളുണ്ടാക്കുന്ന അയറ്, വളച്ചോക്ക് അങ്ങനെയുള്ള നൂതനമായ ഉൽപ്പന്നങ്ങളും കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു വിദ്യാർത്ഥി സംരംഭം എന്ന രീതിയിൽ വെക്കുന്നുണ്ട്. അടുക്കളത്തോട്ടവും കാർഷിക പ്രദർശനവും കാർഷിക വിപണനമേള എന്നിവയും പ്രദർശനത്തിന്റെ മാറ്റുകൂട്ടുന്നു. മാംഗോ ഫെസ്റ്റ് നിർമ്മിതി കേന്ദ്ര ജനറൽ മാനേജർ EP രാജ്മോഹൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് അഹല്യ സജീവ് അധ്യക്ഷയായി. കാർഷിക കോളേജ് ഡീൻ ഡോക്ടർ T സജിത റാണി, ഡോക്ടർ P നിതീഷ്, S സമ്പത്ത്, AG തമ്പി, B രമേശ, വിനോദ് പുഞ്ചക്കര, MK ജിതിൻ, C അഭിജിത്ത് എന്നിവർ സംബന്ധിച്ചു. മാമ്പഴങ്ങൾ കുട്ടിക്കാലം മുതൽക്കേ ഓരോ മലയാളികൾക്കും കേൾക്കുമ്പോൾ തന്നെ നാവിൽ കൊതിയൂറുന്ന ഒന്നാണ്. ഇത്തരതരം മാമ്പഴങ്ങളൊക്കെ ഉണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള മാംഗോ ഫെസ്റ്റ് മെയ് 12-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നീലക്കുറിഞ്ഞി ജില്ലാതല പ്രശ്നോത്തരി മത്സരം സംഘടിപ്പിച്ചു. ഹോസ്ദുർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചായിരുന്നു നീലക്കുറിഞ്ഞി പ്രശ്നോത്തരി മത്സരം സംഘടിപ്പിച്ചത്. ആകെ അങ്കലാപ്പിലാകുമെന്ന് കരുതി ആശങ്കയോടെ എത്തിയ കുട്ടികൾക്ക് മുന്നിൽ തുറന്നുവച്ചത് ജൈവ വൈവിധ്യത്തിന്റെ വേറിട്ട കാഴ്ചകളാണ്. ഹരിത കേരള മിഷൻ ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച നീലക്കുറിഞ്ഞി ജില്ലാതല പ്രശ്നോത്തരിയാണ് ഉള്ളടക്കത്തിലും അവതരണത്തിലും വ്യത്യസ്തമായ അനുഭവങ്ങൾ സമ്മാനിച്ച് കുട്ടികൾക്ക് കൗതുകമായത്. 70 മാർക്കിനുള്ള 25 ചോദ്യങ്ങളും 30 മാർക്കിനുള്ള 5 പ്രവർത്തനങ്ങളും ഉൾപ്പെട്ട പ്രശ്നോത്തരിയിൽ കക്കാട്ട് GHSSലെ അശ്വഘോഷ് 1-ാം സ്ഥാനത്തിന് അർഹനായി. GHSS ഉദിനൂരിലെ അഗ്രിമ 2-ാം സ്ഥാനത്തിന് അർഹയായി. GVHSS അമ്പലത്തറ അഭിരാജ് 3-ാം സ്ഥാനത്തിനും ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദിദേവ് 4-ാം സ്ഥാനത്തിനും അർഹനായി. ചടങ്ങ് സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നവകേരള കോർഡിനേറ്റർ K ബാലകൃഷ്ണൻ അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, കൗൺസിലർ മായാകുമാരി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. യൂജിൻ, വത്സൻ GB, ജയപ്രകാശ് എന്നിവർ ക്വിസ് മാസ്റ്ററായിരുന്നു. K ബാലചന്ദ്രൻ സ്വാഗതവും KK രാഘവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുതിയകണ്ടം ഗവൺമെന്റ് UP സ്കൂളിന്റെ വാർഷിക ആഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ VKV രമേശൻ മാസ്റ്റർക്കുള്ള യാത്രയയപ്പും LSS വിജയികൾക്കുള്ള അനുമോദനവും നടത്തി. പുതിയകണ്ടം ഗവൺമെന്റ് UP സ്കൂളിന്റെ വാർഷികാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ VKV രമേശൻ മാസ്റ്റർക്കുള്ള യാത്രയപ്പും LSS വിജയികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. രമേശൻ മാസ്റ്ററെ പൊന്നാടി അണിയിച്ച് ആദരിക്കുന്ന ചടങ്ങും ഉപഹാരം നൽകൽ ചടങ്ങും E ചന്ദ്രശേഖരൻ MLA നിർവഹിച്ചു. വിദ്യാർത്ഥികളെ നാളത്തെ പൗരന്മാരായി വളർത്തിയെടുക്കുന്നതിൽ അധ്യാപകർക്ക് ഏറെ പങ്കുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രശസ്ത ചലച്ചിത്ര TV താരം ഉണ്ണിരാജ് ചെറുവത്തൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്കൂൾ കലാമേളകളിൽ നിന്ന് ലഭിച്ച പ്രോത്സാഹനവും ഊർജവുമാണ് തന്റെ കലാപ്രവർത്തനത്തിന് പിന്തുണയായതെന്ന് ഉണ്ണിരാജ് പറഞ്ഞു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമ്മർ അധ്യക്ഷത വഹിച്ചു. LSS വിജയികളായ അൻവിത R, അതുല്യ കൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന രമേശൻ മാസ്റ്റർക്ക് ചടങ്ങിൽ വെച്ച് വിവിധ സംഘടനകളും വ്യക്തികളും കൂട്ടായ്മകളും ആദരവ് സമർപ്പിച്ചു. ബേക്കൽ AEO K അരവിന്ദ, ബേക്കൽ BPC KM ദിലീപ് കുമാർ, ഡേറ്റ് ലെക്ചറർ
വി നാരായണൻ മാസ്റ്റർ, PTA പ്രസിഡന്റ് P പ്രമോദ് കുമാർ, വൈസ് പ്രസിഡന്റ് MV രാഹുൽ എന്നിവർ സംസാരിച്ചു. VKV രമേശൻ മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി. 9ാം വാർഡ് മെമ്പർ MV മധു സ്വാഗതവും മദർ PTA പ്രസിഡന്റ് രമിഷ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെയും രക്ഷാകർത്താക്കളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓൾ കേരള ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ ഡീലേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. സംസ്ഥാന പ്രസിഡന്റ് ജോബി പയ്യപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് തെക്കേപ്പുറം റോയൽ റെസിഡൻസി ഹാളിൽ വെച്ചാണ് നടന്നത്. സംസ്ഥാന പ്രസിഡന്റ് ജോബി പയ്യപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് വിനയ് കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മുനവർ സാദത്ത് പുനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി CMK അബ്ദുള്ള, ജില്ലാ ട്രഷറർ മുഹമ്മദ് റാഫി ABC, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫിനോസ് ബഷീർ, നോർത്ത് സെക്രട്ടറി മധു സോളോ, മുൻ സംസ്ഥാന പ്രസിഡന്റ് ബഷീർ കുറവണ്ണ, മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സാജിർ പുരൈ, മുൻ ജില്ലാ പ്രസിഡന്റ് പുരുഷോത്തമൻ വൈറ്റ് ഹൗസ് ഗാലറി എന്നിവർ സംസാരിച്ചു. ഇന്റർനാഷണൽ ട്രെയിനർ V വേണുഗോപാൽ ബിസിനസ് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. ഭാരവാഹികളായി CMK അബ്ദുള്ളയെ പ്രസിഡന്റായും, ഹബീബ് കൂളിക്കാടിനെ സെക്രട്ടറിയായും, മുഹമ്മദ് റാഫി ABCയെ ഖജാൻജിയായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുല്ലൂരിൽ നിർമ്മാണത്തിലിരിക്കെ തകർന്ന പാലം വിദഗ്ധ സംഘം പരിശോധന നടത്തി. അപകടത്തിനിടാക്കിയ സാഹചര്യം അന്വേഷിക്കാൻ പുറത്തുനിന്നുള്ള ഏജൻസിയെ നിയോഗിക്കും. പ്രവീൺ നെട്ടാരു കൊലക്കേസ്, മുഖ്യപ്രതികളിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. മഞ്ചേശ്വരത്ത് അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി കൺസ്യൂമർ സൊസൈറ്റി. നടപടി വേണമെന്ന് ആവശ്യം. മെട്ടമ്മൽ ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷമായി വിളംബര ഘോഷയാത്ര. മാമ്പഴ വൈവിധ്യങ്ങളുടെ മധുരമൊരുക്കി പടന്നക്കാട് കാർഷിക കോളേജ് വിദ്യാർത്ഥി യൂണിയൻ. 3 ദിവസത്തെ മാമ്പഴ മേളയ്ക്ക് തുടക്കമായി. ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുക്കുന്നവർക്ക് തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ വാക്സിനേഷൻ നൽകി. 231 പേർക്കാണ് പ്രതിരോധ വാക്സിനേഷൻ നൽകിയത്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.